ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പുതിയ ടി വി വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളൊരു പുതിയ ടി വി ഒക്കെ വാങ്ങിച്ചു സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഒരു തിയേറ്റർ ഫീല് അല്ലെങ്കിൽ ആ ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ LED ടി വികളിൽ വരുന്ന ചെറിയ സ്ലിം ടി വികളാവുമ്പോൾ അതിനകത്ത് വരുന്ന സ്പീക്കറുകളും വളരെ ചെറിയ സ്പീക്കറുകളാണ്. ഒരു 20 വാട്ട്സ് 30 വാട്ട്സ് മാത്രം ഔട്ട്പുട്ട് തരുന്ന സ്പീക്കറുകളാണ് ഈ സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ടി വികളിനകത്തെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു തിയേറ്റർ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൗണ്ട് ബാർ കൂടി ഈ ടി വിക്കൊപ്പം വെക്കേണ്ടി വരും. എന്നാൽ നമ്മൾ മാർക്കറ്റിൽ ഒരു സൗണ്ട് ബാർ മേടിക്കാൻ ചെന്നാൽ 3000 രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന സൗണ്ട് ബാറുകൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ നിന്നും നിങ്ങളുടെ ടി വിക്കും നിങ്ങളുടെ ബഡ്ജറ്റിനും ഇണങ്ങുന്ന മികച്ച ഒരു സൗണ്ട് ബാർ എങ്ങനെ തിരഞ്ഞെടുക്കാം, സൗണ്ട് ബാർ വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് ബാറിലെ ആഡിയോ ചാനൽസ് ആണ്. അതായത് നമ്മളൊരു സൗണ്ട് ബാറിന്റെ കവർ നോക്കുകയാണെങ്കിൽ 2.0, 2.1, 5.1, 7.1 എന്നിങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണെന്ന് പലർക്കും സംശയമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു സൗണ്ട് ബാർ വാങ്ങാൻ പോകുമ്പോൾ അതിൽ 2.0 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് 2 സ്പീക്കറുകൾ മാത്രമേ ഉണ്ടാവൂ. അതായത് ഒരു ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും, അങ്ങനെ 2 സ്പീക്കർ മാത്രമേ ഉണ്ടാവൂ. അതിനകത്ത് സബ് വൂഫർ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം അധികം ഉണ്ടാവില്ല. ഇനി 2.1 എന്നാണെങ്കിൽ ഇതിൽ 2 സ്പീക്കറുകൾ, അതായത് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ ബേസ് തരാനായിട്ട് ഒരു സബ് വൂഫറും ഇതിനകത്ത് ഉണ്ടാവും. അതാണ് ഈ 2.1. ഇനി 5.1 എന്നാണെങ്കിൽ യഥാർത്ഥ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സറൗണ്ട് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ 5.1 നമ്മൾ തിരഞ്ഞെടുക്കണം. ഇതിനകത്ത് ഒരു സൗണ്ട് ബാർ, അതിനകത്ത് 3 സ്പീക്കറുകൾ, അതുപോലെ ഒരു സബ് വൂഫർ, പിന്നെ ബാക്ക് സൈഡിൽ വെക്കാനായിട്ട് വേറെ 2 സ്പീക്കറുകളൂടെ ഈ 5.1 ഉണ്ടാവും. ഇനിയുള്ളത് 7.1 ഡോൾബി അറ്റ്മോസ്. ഇനി നിങ്ങൾക്ക് ഹെവി പ്രീമിയം അനുഭവം വേണമെന്നുണ്ടെങ്കിൽ ഈ 7.1 ചാനലുകളിലേക്ക് പോവാം. ഇതിനകത്ത് നമുക്ക് ശബ്ദം മുകളിൽ നിന്ന് വരുന്ന ഒരു ഫീലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ 7.1 നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. സൗണ്ട് ബാർ മേടിക്കുമ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സബ് വൂഫറിന്റെ സെലക്ഷൻ ആണ്. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പിക്കുന്ന ആക്ഷനുകളൊക്കെ വരുമ്പോൾ ആ ബേസ് എഫക്റ്റ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ സബ് വൂഫറിൽ നിന്നാണ്. ഈ സൗണ്ട് ബാറുകളിൽ നമ്മുടെ ഈ സബ് വൂഫറുകൾ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്നാമത് വയേർഡ് സബ് വൂഫേഴ്സ്, രണ്ടാമത് വയർലെസ് സബ് വൂഫേഴ്സ്. ആദ്യത്തെ തന്നെ ഈ വയേർഡ് സബ് വൂഫേഴ്സ് നമ്മൾ ഈ സൗണ്ട് ബാറുമായിട്ട് ഒരു വയർ വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇവയ്ക്ക് വില കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഈ വയർ പുറത്ത് കാണുമെന്നുള്ള ഒരു പ്രശ്നം ഈ സബ് വൂഫറുകൾക്ക് ഉണ്ട്. രണ്ടാമത്തത് വയർലെസ് സബ് വൂഫേഴ്സ് ആണ്. ഇവ സൗണ്ട് ബാറുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ആവും. നമ്മൾ പവർ പ്ലഗ് മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് മുറിയിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ കാഴ്ചയ്ക്കും ഭംഗിയാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വയർലെസ് സബ് വൂഫേഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ടിവിറ്റി പോർട്ടാണ്. അതായത് ഈ സൗണ്ട് ബാർ നമ്മൾ ടി വി ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ മേടിക്കുന്ന സൗണ്ട് ബാറിൽ HDMI ARC ഉണ്ടെന്ന് ഉറപ്പാക്കണം. ടി വിയുടെ ഔട്ട്പുട്ട് HDMI ARC നമ്മുടെ സബ് വൂഫറിലേക്ക് കണക്ട് ചെയ്യാൻ ഈ HDMI ARC ഉണ്ടെങ്കിൽ ഏറ്റവും സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന കണക്ഷൻ ഈ HDMI ARC ആണ്. അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടി വിയുടെ റിമോട്ട് കൺട്രോൾ കൊണ്ട് തന്നെ ഈ സൗണ്ട് ബാറിൽ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ HDMI ARC വഴിയാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനി കുറച്ചുകൂടെ വില കുറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ HDMI ARC ഇല്ലെങ്കിൽ അടുത്താണ് ഒപ്റ്റിക്കൽ പോർട്ട്. ഇതിലും നമ്മൾ ഈ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഓക്സോ ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഇച്ചിരൂടെ ക്വാളിറ്റി ഉള്ള ഒരു ആഡിയോസ് ഇത് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ സൗണ്ട് ബാറിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓക്സ് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കണം. അപ്പോൾ ഈ മൊബൈലിൽ നിന്നൊക്കെ നമുക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് കണക്ഷൻ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ ടി വി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത സിനിമ കാണാനിരുന്നാൽ ആ ഒരു ഓഡിയോ ലാഗ് അതിനകത്ത് ഫീൽ ചെയ്യും. അതുകൊണ്ട് സിനിമയൊക്കെ കാണുമ്പോൾ ഉള്ള നമ്മുടെ ടി വിന്നുള്ള കണക്ഷന് നമുക്ക് HDMI ARC തന്നെയാണ് നല്ലത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന സൗണ്ട് ബാറിന്റെ വാട്ട്സ് ആണ്. എത്ര വാട്ട്സ് ഉള്ള സൗണ്ട് ബാർ നമ്മൾ മേടിക്കണം.
പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഈ വാട്സ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ സൗണ്ടും അതുപോലെ കൂടും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മേടിക്കുന്ന സൗണ്ട് ബാറിന്റെ വാട്സ് തീരുമാനിക്കേണ്ടത് നമ്മുടെ റൂമിന്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിന്റെ ഒരു വാട്സ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഒരു ചെറിയ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ചെറിയ ലിവിംഗ് റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 80 വാട്സ് മുതൽ 120 RMS വരെയുള്ള ഒരു സൗണ്ട് ബാർ മതിയാവും. വലിയ ഹാളാണെങ്കിൽ നമുക്കൊരു 120 വാട്സ് മുതൽ 300 വാട്സ് വരെയോ അതിന് മുകളിലേക്കോ ഒക്കെ നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റും. ഈ വാട്സ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പരസ്യങ്ങളിൽ കാണുന്ന PMPO വാട്സ് നോക്കരുത്. എപ്പോഴും നമ്മൾ RMS വാട്സ് നോക്കി മാത്രം ഒരു സൗണ്ട് ബാർ സെലക്ട് ചെയ്യണം. ഇതാണ് ഈ ഒരു സൗണ്ട് ബാറിന്റെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രാൻഡും നമ്മുടെ ബഡ്ജറ്റും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 5000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമുക്ക് സിംബ്രോണിക്സ്, ബോട്ട് പോലുള്ള കമ്പനികളുടെ 2.1 നല്ല 2.1 ഇപ്പൊ മാർക്കറ്റിൽ ലഭ്യമാണ്. സാധാരണ TV സ്പീക്കറുകൾ കേൾക്കുന്നതിനെക്കാട്ടി വളരെ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ഈ 2.1 നമുക്ക് തരും. ഇനിയിപ്പം ബഡ്ജറ്റ് നമുക്ക് 5000 രൂപ മുതൽ ഒരു 15000 രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് JBL, ഫിലിപ്സ്, ബോട്ട് ഇതിന്റെയൊക്കെ 5.1 സൗണ്ട് ബാർ സിസ്റ്റങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് 15000 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടും നല്ല ലൈഫും ഒക്കെ കിട്ടുന്ന സോണി, JBL, സാംസങ് ഇതിന്റെയൊക്കെ പ്രീമിയം മോഡലുകൾ സൗണ്ട് ബാർ, ഡോൾബി അറ്റ്മോസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ സൈസ് പ്ലേസ്മെന്റ്. നമ്മൾ എപ്പോഴും വാങ്ങി വെക്കുന്ന ഒരു സൗണ്ട് ബാർ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന TVയുടെ ആ സൈസിന് മാച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് ബാർ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ TVയെ കാട്ടി വലിയ ഒരു സൗണ്ട് ബാർ മേടിച്ച് അതിന്റെ ഫ്രണ്ടിൽ വെക്കുകയാണെന്നെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പൊ ഒരു 32 ഇഞ്ച് TV ആണെങ്കിൽ അതിന് സൈസ് അനുസരിച്ചുള്ള ഒരു സൗണ്ട് ബാർ, 41 ആണെങ്കിൽ ആ സൈസ്, അങ്ങനെ ആ ഒരു സൈസ് അനുസരിച്ചുള്ള ഒരു സൗണ്ട് ബാർ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. അതുപോലെ നമ്മൾ ഈ സൗണ്ട് ബാർ മേടിക്കുമ്പോൾ അത് TVയുടെ അടി വെക്കാൻ നമുക്ക് സ്പേസ് ഉണ്ടോ, അതോ അതിന് വാൾ മൗണ്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ നേരത്തെ തന്നെ അതൊരു തീരുമാനത്തിലെത്തുക. ഇപ്പോൾ വാൾ മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അത് വാൾ മൗണ്ട് ചെയ്യാനുള്ള ബ്രാക്കറ്റുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന സൗണ്ട് ബാറിൽ HDMI ARC ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ റൂം സൈസിനനുസരിച്ചുള്ള ഒരു വാട്സ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക. സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാരാണെന്നെങ്കിൽ ഒരു 5.1 സൗണ്ട് ബാർ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സൗണ്ട് ബാർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ വിവരങ്ങൾ ഒരു പുതിയ സൗണ്ട് ബാർ വാങ്ങിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്